അധ്യായം 51. സൂറത്തുദ്ദാരിയാത്ത്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 60. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വസ്സാരിയാതി ദർവ ഫൽഹാമിലാതി വിഖറാ ഫൽജാരിയാതി യുസ്റാ ഫൽമുഖസ്സിമാതി അംറാ. ശക്തിയായി മണ്ണിനെ, പാറ്റുന്ന കാറ്റുകളെയും ഭാരം വഹിച്ചു നടക്കുന്ന മേഘങ്ങളെയും നിഷ്പ്രയാസം ചലിക്കുന്ന കപ്പലുകളെയും കാര്യങ്ങൾ വീതിച്ചു കൊടുക്കുന്ന മലക്കുകളെയും തന്നെയാണ് സത്യം. ഇന്നമാ തുഅദൂന ലസാദിഖ്. തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്നത് സത്യം തന്നെയാണ്. വഇന്നദ്ദീന ലവാഖിഅ്. തീർച്ചയായും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം സംഭവിക്കുന്നതുമാണ്. വസ്സമാഇ ദാതിൽ ഹുബുക്. ഭംഗിയുള്ള ആകാശം തന്നെയാണ് സത്യം. ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ്. തീർച്ചയായും നിങ്ങൾ ഭിന്നഭിപ്രായത്തിലാണുള്ളത്. യുഫകു അൻഹു മൻ ഉഫിക്. തെറ്റിക്കപ്പെടുന്നവർ അതിൽ നിന്നും തെറ്റിക്കപ്പെടുന്നു. ഖുതിലൽ ഖറാസൂൻ. കള്ളം പറയുന്നവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. الذين هم في غمرة ساهون. അതായത് വിഡ്ഢിത്തത്തിൽ മുഴുകി അശ്രദ്ധരായവർ. يسألون أيان يوم الدين. എപ്പോഴാണ് പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് അവർ ചോദിക്കുന്നു. يوم هم على النار يفتنون. നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്ന ദിവസമാണ് അതുണ്ടാകുക. ذوقوا فتنتكم هذا الذي كنتم به تستعجلون. അന്ന് അവരോട് പറയപ്പെടും, നിങ്ങളുടെ ശിക്ഷ ആസ്വദിക്കുക, നിങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഇതാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ. തീർച്ചയായും ഭക്തന്മാർ സ്വർഗ്ഗത്തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് നൽകിയത് സ്വീകരിച്ചവരായിക്കൊണ്ട് തീർച്ചയായും അതിനു മുമ്പ് അവർ നന്മ ചെയ്യുന്നവരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രി അല്പസമയം മാത്രമാണ് അവർ ഉറങ്ങിയിരുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവർക്കും ചോദിക്കാൻ തടസ്സമുള്ളവർക്കും അവകാശമുണ്ടായിരിക്കും. വഫിൽ അർദി ആയാതുൽ ലിൽമൂഖിനീൻ. ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് ഭൂമിയിൽ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ട് അതൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ലേ? വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ആകാശത്ത് നിങ്ങളുടെ ആഹാരമുണ്ട്, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും. ഫവറബ്ബിസ് സമാഇ വൽ അർദി ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ആകാശഭൂമികളുടെ റബ്ബിനെ തന്നെയാണ്, തീർച്ചയായും ഇത് സത്യമാകുന്നു, നിങ്ങൾ സംസാരിക്കുന്നുവെന്നതുപോലെ തന്നെ. ഹൽ അതാക ഹദീസു ضيف ഇബ്രാഹീം അൽ മുക്രമീൻ. ഇബ്രാഹീമിന്റെ മാന്യരായ അതിഥികളുടെ വർത്തമാനം താങ്കൾക്ക് എത്തിയിട്ടുണ്ടോ? إذ دخلوا عليه فقالوا سلاما قال سلام قوم
يذكرون. അതായത് നബിയുടെ അടുത്ത് അവർ കടന്നു ചെന്ന സന്ദർഭം. എന്നിട്ട് അവർ സലാം പറഞ്ഞു. ഇബ്രാഹിം നബി പറഞ്ഞു, സലാം അപരിചിതരായ ആളുകൾ. فراغ إلى أهله فجاء بعجل سمين. ഉടനെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പതുങ്ങിച്ചെന്നു. എന്നിട്ട് തടിച്ച ഒരു പശുക്കുട്ടിയെ വേവിച്ച് കൊണ്ടുവന്നു. فقربه إليهم قال ألا تأكلون. അങ്ങനെ അത് അവരിലേക്ക് അടുപ്പിച്ചു വച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തിന്നുകയില്ലേ? فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم. എന്നാൽ അവരത് തിന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവരെക്കുറിച്ച് പേടി തോന്നി. അവർ പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ട, നല്ല ജ്ഞാനിയായ ഒരു ആൺകുട്ടിയെക്കുറിച്ച് അവർ അദ്ദേഹത്തെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ശബ്ദം മുഴക്കി മുമ്പോട്ട് വരികയും മുഖത്തടിച്ച് വന്ധ്യയായ ഒരു കിഴവി, ഞാനിനി പ്രസവിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. قالوا كذلك قال ربك إنه هو الحكيم العليم. അവർ പറഞ്ഞു, അത് പ്രകാരമാണ് നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും സർവജ്ഞനും തന്നെയാണ്. قال فما خطبكم أيها المرسلون. അദ്ദേഹം ചോദിച്ചു, ഓ ദൂതന്മാരെ, നിങ്ങളുടെ കാര്യമെന്താണ്? قالوا إنا أرسلنا إلى قوم مجرمين. അവർ പറഞ്ഞു, തീർച്ചയായും കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കയാണ്. لنرسل عليهم حجارة من طين. കളിമണ്ണിന്റെ കല്ലുകൾ അവരുടെ മേൽ ഞങ്ങൾ വീഴ്ത്താൻ വേണ്ടി. مسومة عند ربك للمسرفين. അതിരുവിട്ട് പ്രവർത്തിച്ചവർക്ക് വേണ്ടി താങ്കളുടെ റബ്ബിൽ അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. فأخرجنا من كان فيها من المؤمنين. അങ്ങനെ അവിടെയുണ്ടായിരുന്ന സത്യവിശ്വാസികളെ നാം പുറത്തേക്ക് കൊണ്ടുപോയി. فما وجدنا فيها غير بيت من المسلمين. എന്നാൽ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരൊറ്റ വീടല്ലാതെ നാം അവിടെ കണ്ടെത്തിയില്ല. وتركنا فيها آية للذين يخافون العذاب الأليم. വേദനാജനകമായ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അതിൽ അവശേഷിപ്പിക്കുകയും ചെയ്തു. وفي موسى إذ أرسلناه إلى فرعون بسلطان مبين. മൂസായിലുമുണ്ട് ദൃഷ്ടാന്തം. സ്പഷ്ടമായ ദൃഷ്ടാന്തത്തോടുകൂടി ഫിർഔന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ നാം നിയോഗിച്ച സന്ദർഭം. فتولى بركنه وقال ساحر أو مجنون. എന്നിട്ട് അവൻ തന്റെ സൈന്യസമേതം പിന്തിരിഞ്ഞു കളഞ്ഞു. മൂസ ഒരു ഭ്രാന്തനോ ജാലവിദ്യക്കാരനോ ആണ് എന്നവൻ പറയുകയും ചെയ്തു. فأخذناه وجنوده فنبذناهم في اليم وهو مليم. അതിനാൽ അവനെയും അവന്റെ സൈനികരെയും നാം പിടികൂടി. എന്നിട്ട് നാം അവരെ സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. അവൻ ആക്ഷേപകരമായത് പ്രവർത്തിക്കുന്നവനായിരുന്നു. وفي عاد إذ أرسلنا عليهم الريح العقيم. ആദ് സമുദായത്തിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ. അവരുടെ മേൽ ഒട്ടും ഗുണകരമല്ലാത്ത കാറ്റിനെ നാം അയച്ച സന്ദർഭം. ما تذر من شيء أتت عليه إلا جعلته كالرميم. അത് ഏതൊരു സാധനത്തിന്മേൽ ചെന്നെത്തിയാലും അതിനെ തുരുമ്പ് പോലെയാക്കാതെ വിട്ടുകളഞ്ഞിരുന്നില്ല. وفي ثمود إذ قيل لهم تمتعوا حتى حين.
സമൂദ് സമുദായത്തിലുമുണ്ട് ദൃഷ്ടാന്തം. ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾ സുഖിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം. فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون. എന്നിട്ട് അവർ തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. തന്നിമിത്തം അവർ നോക്കിക്കൊണ്ടിരിക്കെ ഒരു ഭയങ്കര ശബ്ദം അവരെ പിടികൂടി. فما استطاعوا من قيام وما كانوا منتصرين. അപ്പോൾ അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിവുണ്ടായില്ല. അവർ സ്വയം രക്ഷാ നടപടി കൈക്കൊള്ളുന്നവരുമായില്ല. وقوم نوح من قبل إنهم كانوا قوما فاسقين. ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയെയും നാം നശിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അവർ കുറ്റവാളികളായ ഒരു ജനതയായിരുന്നു. والسماء بنيناها بأيد وإنا لموسعون. ആകാശത്തെ നമ്മുടെ ശക്തി കൊണ്ട് നാം നിർമ്മിച്ചു. തീർച്ചയായും നാം വിശാലമായ കഴിവുള്ളവർ തന്നെയാണ്. والأرض فرشناها فنعم الماهدون. ഭൂമിയെ നാം പരത്തുകയും ചെയ്തു. അപ്പോൾ ആ വിരിപ്പ് വിരിച്ചവൻ എത്ര നല്ല വിദഗ്ധൻ. ومن كل شيء خلقنا زوجين لعلكم تذكرون. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ഇണകളെ സൃഷ്ടിക്കുകയും ചെയ്തു. ففروا إلى الله إني لكم منه نذير مبين. പറയുക, അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഓടിപ്പോവുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനാകുന്നു. ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റ് ഇലാഹിനെ സ്വീകരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരൻ തന്നെയാകുന്നു. كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون. അതുപ്രകാരം ഇവർക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് ഒരു ദൂതനും വന്നിട്ടില്ല, ഇവനൊരു മാരണക്കാരനോ ഭ്രാന്തനോ ആണെന്ന് അവർ പറഞ്ഞിട്ടല്ലാതെ. أتواصوا به بل هم قوم طاغون. ഇതിനെപ്പറ്റി അവർ അന്യോന്യം വസിയ്യത്ത് ചെയ്തിരിക്കയാണോ? അതൊന്നുമല്ല, പക്ഷേ അവർ അതിക്രമികളായ ജനതയാണ്. فتول عنهم فما أنت بملوم. അതുകൊണ്ട് താങ്കൾ അവരെ വിട്ട് തിരിഞ്ഞു കളയുക. താങ്കൾ അതിൽ ആക്ഷേപാർഹനല്ല. وذكر فإن الذكرى تنفع المؤمنين. താങ്കൾ അവരെ ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. وما خلقت الجن والإنس إلا ليعبدون. എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ما أريد منهم من رزق وما أريد أن يطعمون. അവരിൽ നിന്ന് യാതൊരു ഉപജീവനവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെനിക്ക് ആഹാരം നൽകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. إن الله هو الرزاق ذو القوة المتين. തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു ഉപജീവനം നൽകുന്നവനും പ്രബലമായ ശക്തിയുള്ളവനും. فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون. എന്നാൽ തീർച്ചയായും അക്രമം കാണിച്ചവർക്ക് തങ്ങളുടെ പൂർവികരായ കൂട്ടാളികളുടെ വിഹിതം പോലെ ശിക്ഷയിൽ നിന്നുള്ള വിഹിതമുണ്ട്. അതിനാൽ അതിനുവേണ്ടി എന്നോടവർ ധൃതി കൂട്ടാതിരിക്കട്ടെ.
فويل للذين كفروا من يومهم الذي يوعدون. സത്യനിഷേധികൾക്ക് തങ്ങളോട് താക്കീത് നൽകപ്പെടുന്ന ആ ദിവസം മൂലം വമ്പിച്ച നാശം.